കാലം എല്ലാ ദുഃഖങ്ങളെയും സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ മുറിവ് ഉണങ്ങാൻ സമയം നൽകുക. വിധി അനുസരിച്ച് മുന്നോട്ടു പോകാം എന്ന തീരുമാനം സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതം നഷ്ടമാകാൻ അധിക സമയമെടുക്കില്ല. സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ അവിടെ നിന്നും മൗനമായി പിന്മാറണം. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും. മെഴുകുതിരി പോലെ മറ്റാർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നമുക്ക് വില ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചില വ്യക്തികളോട് പറയുന്നത് അയാളോട് ഇഷ്ടം ഉള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അയാൾക്ക് നമ്മളെ മറ്റാരേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. സമ്പാദ്യത്തിൻ്റെ നിർവചനം പണം കൊണ്ട് മാത്രം നിർണ്ണയിക്കപ്പെടുന്നില്ല. അനുഭവം, ബന്ധം, സ്നേഹം, ബഹുമാനം, പാഠങ്ങൾ എല്ലാം സമ്പാദ്യത്തിൻ്റെ രൂപങ്ങളാണ്. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് നമുക്കുള്ളിലെ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ജീവിതം എന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശീലിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നവർക്ക് ക്ഷമ നൽകുക. തെറ്റുകൾ മറച്ചുവെച്ച് തർക്കിക്കുന്നവരോട് നിശബ്ദത പാലിക്കുക. ആ നിശബ്ദതയാകാം നമ്മുടെ വിജയം. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. നഷ്ടങ്ങളിൽ വച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്. കാര്യങ്ങൾ എളുപ്പവും ലളിതവും മികച്ചതുമാക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. ഇപ്പോൾ ഈ നിമിഷം സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക.